ഇത് ഇജാസ് ബായ്, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ നടത്തിപ്പുകാരനാണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങുന്നതിനായി ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി പോവുകയാണ്. ഇടയ്ക്ക് ഞാൻ ഇജാസിനോട് കാശ്മീരിലെ രാഷ്ട്രീയ സ്ഥിതി ചോദിച്ചു. ഇജാസ് മോഡിയുടെ പുതിയ നയത്തിനെതിരാണ്. അദ്ദേഹം വലിയ ഉത്കണ്ഠയിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ നമ്മുടെ വൈദ്യുതി അന്യസംസ്ഥാനത്തിന് വിൽക്കുന്നത് കൊണ്ടാണെന്നാണ് ഇജാസിൻ്റെ ആരോപണം. അങ്ങനെ നമ്മൾ ഒരു പണ്ഡിറ്റ് നടത്തുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ പറഞ്ഞ ഹോട്ടൽ. വൈഷ്ണവ് ധാബ, ദുർഗനാഗ് മന്ദിർ, ശ്രീനഗർ, കാശ്മീർ. വി ഹാവ് നോ അതർ ബ്രാഞ്ച് ഇൻ വാലി. 1985 സ്ഥാപിതമായ ഈ ഹോട്ടൽ വലിയ ഒരു അത്ഭുത റെസ്റ്റോറൻ്റാണ്. ഇതുപോലൊരു കച്ചവടം ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് കാശ്മീരിൽ തീരെ ഇല്ലെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും കാശ്മീരിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ രുചിക്കൂട്ടിൻ്റെ രുചി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് വലിയ ഒരു നഷ്ടമായിരിക്കും. ഇത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ പവൻ മെഹ്റ. ഈ ഫോട്ടോയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനാണ്. 2 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ ഹോട്ടൽ. പൂർണ്ണമായും വെജിറ്റേറിയനാണ്. സൗത്ത് ഇന്ത്യൻ ഫുഡ്, ഉത്തരേന്ത്യൻ ഫുഡ് എല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ഭക്ഷണ രീതി. തിരക്കോട് തിരക്ക്. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ഈ യുദ്ധം അവസാനിക്കുന്നത് രാത്രി വളരെ വൈകിയാണ്. രാവിലെ 7:45 കഴിയുമ്പോഴേക്കും നമ്മളിവിടെ എത്തി. പക്ഷേ ഹോട്ടലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതേയുള്ളൂ. കൃത്യം 8 മണിക്കാണ് സ്റ്റാർട്ട്. ആ സമയത്തുള്ള കാഴ്ചയാണിത്. ടേബിളിൽ ചിലതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, ചിലതിലൊക്കെ ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. ഇത് രാത്രി വൈകുവോളം ഒരു 2 മണിവരെയുള്ള അവസ്ഥ. തിരക്കോട് തിരക്കാണ്. ഒരു വിശ്രമവുമില്ലാത്ത ജോലിയാണ് ഇവിടുത്തെ ജീവനക്കാർ. കടയുടമയോട് ഞാൻ കുശലാന്വേഷണത്തിൽ കാശ്മീരിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ വളരെ സന്തുഷ്ടരാണ് എല്ലാ വിഭാഗവും, സമാധാനമാണ് ഇവിടുത്തെ ജീവിതം, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. നല്ല ആത്മവിശ്വാസം ഈ പണ്ഡിറ്റിൻ്റെ വാക്കുകളിലേക്ക്. എന്നും അങ്ങനെയാവട്ടെ. पूरी बाहर जाती है। हाँ, एक तो वो बाहर जाती है मतलब बेचता है। मतलब इन्होंने बाहर लिया ना, मोदी ने पूरा बिजली हाँ, इधर हाँ, का जितना भी बिजली था ना, हाँ, सब बाहर जाता है। अब इधर बाहर दूसरा स्टेट में जाता है पूरा बिजली। क्यों इधर उतना बनाता है? हाँ? इधर इतना बनाता है बिजली? बिजली ज्यादा है ना, इधर पानी ज्यादा है ना। हाँ, पानी से बनाता है। पानी से बनता है ना बिजली। वो बिजली दूसरा स्टेट को भी देता है। हाँ, बाहर पूरा स्टेट को यही। पहला ऐसा नहीं था। पहला ऐसा नहीं था। पहला ऐसा नहीं था ना, इधर का भी था लेकिन कम था, पूरा है ना। इधर का बिजली इधर ही देता है। पहला इधर का बाहर देता था, हाँ, लेकिन कम देता था। कम देता है, अभी ज्यादा दिया, अभी पूरा दे दिया, पूरा दे दिया। हाँ। इसीलिए इधर शॉर्ट हो गया। थोड़ा थोड़ा इसलिए छोड़ता है इधर। हाँ, अभी आज ही हुआ, वरना नहीं होता है। हाँ, वरना देता है 1 घंटा लेता है, 1.5 घंटा बस। अच्छा। ഇദ്ദേഹം പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മോഡി അന്യ സ്റ്റേറ്റിലേക്ക് വിൽക്കുന്നു. അങ്ങനെ നമുക്കിവിടെ പവർ കട്ടുണ്ടാകുന്നു. നേരത്തെ ഇത് ഇങ്ങനെ കൂടുതൽ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇവിടെ രാത്രി എന്നില്ല പകലെന്നില്ല, ഇടയ്ക്കിടെ വൈദ്യുതി കട്ടാവുന്നുണ്ട്. പക്ഷേ തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് അത് നമുക്ക് ഒരു അരോചകമായോ ബുദ്ധിമുട്ടായോ തോന്നുന്നില്ല എന്നർത്ഥം. പക്ഷേ നേരെ മറിച്ച് പണ്ഡിറ്റ് വിഭാഗങ്ങളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മോഡി അനുകൂലിക്കുന്ന മുസ്ലിം വിഭാഗത്തോട് ചോദിക്കുമ്പോൾ, നേരത്തെ ഇവിടെ ഇതിൽ കൂടുതൽ വൈദ്യുതി കട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറവാണ്, ഇപ്പോൾ കൂടുതൽ വികസനം വരുന്നത് കൊണ്ടും കൂടുതൽ കണക്ഷൻ കൊടുക്കുന്നത് കൊണ്ടുമാണ് ഈ വൈദ്യുതിയുടെ കട്ട് എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. नाम है भूल गए, और बोलो। उमर मेरा नाम। उमर उसका उवैस।
श्रीनगर से। आपको मिलके बहुत खुशी हो गया। आपको हमारे से कैसी खुशी हुआ? हम आपसे आज आपने मेरे साथ सफर किया, कैसा लगा आपको? बहुत अच्छा लगा। पैसेंजर लोगों को हमारा जो ये मेहमान आया, हाँ जी। इनको कैसा लगा? केरला से आए टूर, सही है। ये कैसा आया, इनको कैसा मजा लगा? बहुत मजा आता था। अच्छा, इंशाल्लाह कश्मीर कैसा लगा आपका? कश्मीर का लोग कैसे लगा? बहुत लगा। इधर का लोग है, पैर कैसा लगा आपसे? इधर का लोग है बहुत हॉनेस्ट है। और कल का एक कहानी गुलमर्ग का एक कहानी बताया, हाँ, जो वो उसका 4 लाख बहुत अच्छी। ഗുൽമർഗിൽ ഒരു യാത്രികൻ്റെ 4 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അദ്ദേഹം കർണാടകയിൽ നിന്ന് കാശ്മീർ കാണാനെത്തിയതായിരുന്നു. ആ 4 ലക്ഷം രൂപ അവിടുത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്തു. അത് വലിയ വാർത്തയായി മാറി. മണിക്കൂറുകൾക്കകം ആ പൈസ ഒരു കുതിര സവാരി ചെയ്യിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു കാശ്മീരി, ഈ പൈസ തിരിച്ചു കൊടുത്തു. ആ ഒരു കഥയും കൂടിയാണ് ഉമർ പറയുന്നത്. വീണ്ടും ഞാൻ കാശ്മീരിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചു. 370 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം. इधर अलग अलग डिस्ट्रिक्टों में होता है। पहले होगा पहलगाम में, फिर होगा सोनमर्ग में, फिर होगा गुलमर्ग में। इधर अलग अलग चुनाव होता है। जैसा पर पिछले आज से 5 दिन पहले था राजौरी में। आने वाले इलेक्शन में कौन सा पार्टी को वोट देगा? इंशाल्लाह हम देगा, इरादा है नरेंद्र मोदी। अगर वो अच्छे लोगों के लिए। क्यों नरेंद्र मोदी इतना पसंद करता है? उसने बहुत, उसको मैं पसंद करता हूँ इसलिए उसने कुछ काम हमारे लिए अच्छा किया। करप्शन बहुत कम किया। करप्शन तो सारा गायब हो गया। बिल्कुल कम किया, बिल्कुल खत्म हो गया। पहले जब हुकूमत है वो आधा वो खाता है, इधर वो बाकी गरीब को देता है। इधर क्या पूछता था उस टाइम? हमारे पास कुछ नहीं, आजकल कुछ पूछता है। हाँ, लेकिन थोड़ा बहुत हमारे पास कुछ प्रॉब्लम है, आहिस्ता आहिस्ता वो भी ठीक इंशाल्लाह हो जाएगा। एक ही बार नहीं होता है। इंशाल्लाह गरीब का एक दिन आएगा भाई। थैंक यू। കാശ്മീരി സ്വദേശിയായ ഉമറിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഞാൻ ചോദിച്ചു 370 എന്ന നിയമം മാറ്റിയതിന് ശേഷം കാശ്മീരിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നേരത്തെ ഒരു 10,000 രൂപ ഫീസ് കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തിന് 10,000 രൂപ വേറൊരു കൈക്കൂലിയും കൊടുക്കും, അങ്ങനെ 20,000 രൂപ ചിലവാകും. ഇന്ന് കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാകുന്നു. ഓൺലൈനിലായും അല്ലെങ്കിൽ നേരിട്ടായും നമുക്ക് അപേക്ഷിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ കൈക്കൂലിയൊന്നുമില്ലാതെ കാര്യങ്ങൾ സാധിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നു, BJPക്ക് വോട്ട് കൊടുക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാശ്മീരിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എതിരഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.